വെൽക്കം ബാക്ക് ടു ശ്രീകൃഷ്ണ വേൾഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം രാമായണത്തെക്കുറിച്ചാണ്. ഓം ശ്രീരാമായ നമ. ലോകത്ത് അനേകം ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മനുഷ്യരുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരു മഹാകാവ്യമുണ്ട്. അതാണ് രാമായണം. രാമായണം ഒരു കഥ മാത്രമല്ല, അത് ധർമ്മത്തിൻ്റെ വഴികാട്ടിയാണ്. സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഭക്തിയുടെയും കുടുംബ ബന്ധങ്ങളുടെയും മഹത്തായ ജീവിത പാഠമാണ്. മഹർഷി വാൽമീകി രചിച്ച ഈ ആദികാവ്യം 7 ഖണ്ഡങ്ങളിലായി ഏകദേശം 24,000 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്നതായി പരമ്പരാഗതമായി കണക്കാക്കപ്പെടുന്നു. രാമായണം എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രീരാമൻ്റെ യാത്ര എന്നാണ്. അയോധ്യയിലെ രാജകുമാരനായ ശ്രീരാമൻ്റെ ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ വനവാസവും സീതാദേവിയുടെ അപഹരണവും രാവണവധവും അയോധ്യയിലേക്കുള്ള തിരിച്ചുവരവും ധർമ്മസ്ഥാപനവും വരെ വിവരിക്കുന്ന ദിവ്യ ചരിത്രമാണ് രാമായണം. എന്നാൽ ഇതിനെ ഒരു യുദ്ധകഥയായി മാത്രം കാണാൻ പാടില്ല. രാമായണം എന്ന ഈ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത് മാതാപിതാക്കളെ ആദരിക്കുക, വാക്ക് പാലിക്കുക, ധർമ്മം ഒരിക്കലും ഉപേക്ഷിക്കരുത്, സത്യത്തിന് വേണ്ടി കഷ്ടതകൾ സഹിക്കണം, ഭക്തിയും സേവനവും ജീവിതത്തെ ഉയർത്തുന്നു. രാമൻ ഒരു രാജാവ് മാത്രമല്ല, ധർമ്മത്തിൻ്റെ ജീവിക്കുന്ന പ്രതിരൂപം കൂടിയാണ്. ഇന്ന് മനുഷ്യൻ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം മനസ്സിൻ്റെ അശാന്തിയാണ്. രാമായണം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വന്നാലും ധർമ്മം കൈവിടരുത് എന്നതാണ്. ദശരഥൻ വാക്കുപാലിച്ചു. ശ്രീരാമൻ പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് രാജ്യം ഉപേക്ഷിച്ചു. സീതാദേവി ക്ഷമയുടെയും വിശ്വാസത്തിൻ്റെയും പ്രതീകമായി നിന്നു. ലക്ഷ്മണൻ സഹോദര സ്നേഹത്തിൻ്റെ മാതൃകയായി. ഹനുമാൻ അചഞ്ചലമായ ഭക്തിയുടെ പ്രതിരൂപമായി. രാവണൻ അതിയായ ജ്ഞാനിയായിരുന്നു, എന്നാൽ അഹങ്കാരം അദ്ദേഹത്തിൻ്റെ നാശത്തിന് കാരണമായി. ഈ കഥാപാത്രങ്ങൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന് കണ്ണാടിയാണ്. പല വീടുകളിലും ഇന്നും രാമായണ പാരായണം ഒരു പുണ്യകർമ്മമായി തുടരുന്നു. രാമനാമം ജപിക്കുമ്പോൾ മനസ്സിന് ശാന്തി ലഭിക്കുന്നു. രാമായണം കേൾക്കുമ്പോൾ ധാർമ്മിക ബോധം വളരുന്നു. രാമായണം അത്രയും മഹത്തായ ഒരു ഗ്രന്ഥമാണ്. വായിക്കുമ്പോൾ ക്ഷമയും സ്നേഹവും കുടുംബ ഐക്യവും വർദ്ധിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ഉടൻ മാറുമെന്നല്ല, എന്നാൽ പ്രശ്നങ്ങളെ നേരിടാനുള്ള മനോബലം വളരാൻ ആത്മീയ വായന സഹായകമാകുമെന്ന് അനേകം ഭക്തർ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ രാമായണത്തിൻ്റെ ഒരു ചെറിയ ആമുഖം മാത്രമാണ് പറഞ്ഞത്. അടുത്ത വീഡിയോ മുതൽ നാം വാൽമീകി മഹർഷിയുടെ ദിവ്യമായ രാമായണം അധ്യായമായി കഥാരൂപത്തിൽ പറയാം. ഓരോ അധ്യായവും നമ്മുടെ ജീവിതത്തിന് പുതിയൊരു വെളിച്ചം നൽകും. അതിനാൽ ഈ ആത്മീയ യാത്രയിൽ നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുതേ. എല്ലാവരും ഒരുമിച്ച് ജപിക്കാം. ശ്രീരാം ജയ് റാം ജയ് ജയ് റാം. ശ്രീരാം ജയ് റാം ജയ് ജയ് റാം. ശ്രീരാം ജയ് റാം ജയ് ജയ് റാം.